നമസ്കാരം. ന്യൂയോർക്ക് ആസ്ഥാനമായുള്ള ന്യൂസ് വീക്ക് മാസികയുടെ കവർ പേജിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇടം നേടി. തെരഞ്ഞെടുപ്പ് കാലമായതിനാൽ വിശദമായ അഭിമുഖം സഹിതമാണ് ന്യൂസ് വീക്ക് പുറത്തിറങ്ങിയത്. ഇന്ദിരാഗാന്ധിക്ക് ശേഷം ന്യൂസ് വീക്ക് കവർ പേജിൽ ഇടം നേടുന്ന ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് മോദി. ഈ അഭിമുഖവും തെരഞ്ഞെടുപ്പ് രംഗത്ത് സജീവമാക്കി നിർത്തുകയാണ് BJP പ്രവർത്തകർ. 66 ഏപ്രിൽ ലക്കത്തിലായിരുന്നു കവർ പേജിൽ ഇന്ദിരാഗാന്ധിയുടെ ചിത്രം വന്നത്. ഇന്ത്യ ചൈന അതിർത്തിയിലെ സാഹചര്യം, രാമക്ഷേത്രം, ആർട്ടിക്കിൾ 370 എന്നിവയെ കേന്ദ്രീകരിച്ചുള്ള ചോദ്യങ്ങളാണ് ന്യൂസ് വീക്കിലെ അഭിമുഖത്തിൽ മോദി നേരിട്ടത്. മോദിയുമായി ന്യൂസ് വീക്ക് ടീം 90 മിനിറ്റ് സംഭാഷണം നടത്തിയ ശേഷമാണ് ഈ അഭിമുഖം തയ്യാറാക്കിയത്. ഉഭയകക്ഷി ഇടപെടലുകളിലെ അസാധാരണത്വം പരിഹരിക്കാൻ ഇന്ത്യ ചൈന അതിർത്തിയിലെ സാഹചര്യം അടിയന്തരമായി ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്ന് നരേന്ദ്രമോദി അഭിമുഖത്തിൽ പറഞ്ഞു. ഇരു രാജ്യങ്ങളും സുപ്രധാനമായ ബന്ധം പങ്കിടുന്നു എന്നും സുസ്ഥിരമായ ഇന്ത്യ ചൈന ബന്ധം ലോകത്തിന് തന്നെ പ്രധാനമാണെന്നും മോദി കൂട്ടിച്ചേർത്തു. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ചൈനയുമായുള്ള ബന്ധം പ്രധാനപ്പെട്ടതാണ്. നമ്മുടെ അതിർത്തിയിൽ നീണ്ടു നിൽക്കുന്ന സാഹചര്യം അടിയന്തരമായി പരിഹരിക്കേണ്ടതുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. അതുവഴി നമ്മുടെ ഉഭയകക്ഷി ഇടപെടലുകളിലെ അസാധാരണത്വം പരിഹരിക്കാൻ സാധിക്കുമെന്ന് പ്രധാനമന്ത്രി പറയുന്നു. ക്രിയാത്മകമായ ഇടപെടലിലൂടെ അതിർത്തിയിൽ സമാധാനം പുനഃസ്ഥാപിക്കാൻ ഇരു രാജ്യങ്ങൾക്കും കഴിയുമെന്നും മോദി പ്രത്യാശ പ്രകടിപ്പിച്ചു. ഇന്ത്യയും ചൈനയും തമ്മിലുള്ള സുസ്ഥിരവും സമാധാനപരവുമായ ബന്ധം നമ്മുടെ രണ്ട് രാജ്യങ്ങൾക്ക് മാത്രമല്ല, ലോകത്തിന് തന്നെ പ്രധാനമാണ്. നയതന്ത്ര സൈനിക തലങ്ങളിലെ ക്രിയാത്മകമായ ഉഭയകക്ഷി ഇടപെടലുകളിലൂടെ ആ ബന്ധം വളർത്തിയെടുക്കാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്നതായും മോദി പറഞ്ഞു. നമ്മുടെ അതിർത്തികളിലെ സമാധാനം പുനഃസ്ഥാപിക്കാനും നിലനിർത്താനും നമുക്ക് കഴിയും. 2020 ഗാൽവൻ താഴ്വരയിൽ ഇരു രാജ്യങ്ങളിലെയും സൈനികർ തമ്മിലുണ്ടായ ഏറ്റുമുട്ടൽ ഇന്ത്യ ചൈന ബന്ധത്തെ വഷളാക്കിയിരുന്നു. 20 ഇന്ത്യൻ സൈനികരാണ് അന്ന് വീരമൃത്യു വരിച്ചത്. ചൈനയുടെ എത്ര സൈനികർ കൊല്ലപ്പെട്ടു എന്ന വിവരം ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല. പിന്നാലെ നയതന്ത്ര തലത്തിലും സൈനിക തലത്തിലും ഒരുപാട് ചർച്ചകൾ നടന്നിരുന്നു. 40 ഇന്ത്യൻ സൈനികരുടെ മരണത്തിന് ഇടയാക്കിയ 2019 പുൽവാമ ആക്രമണത്തെക്കുറിച്ച് പറഞ്ഞ പ്രധാനമന്ത്രി ഇന്ത്യ പാകിസ്ഥാൻ ബന്ധത്തെക്കുറിച്ചും അഭിമുഖത്തിൽ വ്യക്തമാക്കുന്നുണ്ട്. അതേസമയം ന്യൂസ് വീക്കിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നൽകിയ അഭിമുഖത്തെ വിമർശിച്ച് കോൺഗ്രസ് രംഗത്ത് വന്നു. അഭിമുഖത്തിൽ ചൈനയുമായുള്ള ഇന്ത്യയുടെ ബന്ധത്തെ സംബന്ധിച്ച് മോദി പറഞ്ഞിരുന്നു. ഇക്കാര്യത്തിലാണ് കോൺഗ്രസിൻ്റെ രൂക്ഷ വിമർശനം. മുതിർന്ന പാർട്ടി നേതാവ് ജയറാം രമേശാണ് എക്സിലൂടെ വിമർശനവുമായി രംഗത്തെത്തിയത്. ഭീരുത്വത്തിൻ്റെ എല്ലാ പരിധികളും മോദി ലംഘിച്ചുവെന്ന് അദ്ദേഹം പറഞ്ഞു. ചൈന നിരന്തരമായി ഇന്ത്യയുടെ പരമാധികാരത്തിലേക്ക് കടന്നുകയറുകയാണ്. എന്നാൽ പ്രധാനമന്ത്രി ചൈനയുമായുള്ള തർക്കം എത്രയും പെട്ടെന്ന് പരിഹരിക്കുന്നതിനെക്കുറിച്ച് മാത്രമാണ് സംസാരിച്ചത് എന്നും ജയറാം രമേശ് കൂട്ടിച്ചേർത്തു. ചൈനയ്ക്ക് ശക്തമായ സന്ദേശം നൽകാനുള്ള അവസരമാണ് പ്രധാനമന്ത്രിക്ക് ലഭിച്ചത്. എന്നാൽ അത്തരമൊരു സന്ദേശം നൽകുന്നതിൽ അദ്ദേഹം പരാജയപ്പെട്ടു. ചൈനയെ ഇന്ത്യയുടെ കൂടുതൽ ഭൂമി കയ്യേറാൻ പ്രേരിപ്പിക്കുന്ന വിധത്തിലായിരുന്നു നരേന്ദ്രമോദിയുടെ പ്രതികരണമെന്നും ജയറാം രമേശ് കുറ്റപ്പെടുത്തി. 2020 നിയന്ത്രണ രേഖയിൽ വീരമൃത്യു വരിച്ച സൈനികരെ അപമാനിക്കുന്നതാണ് മോദിയുടെ പ്രസ്താവന. ഇക്കാര്യത്തിൽ ഇന്ത്യയിലെ 140 കോടി ജനങ്ങളോട് പ്രധാനമന്ത്രി മാപ്പ് പറയണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ഇന്ത്യയും ചൈനയും തമ്മിൽ സമാധാനപരമായ ബന്ധമുണ്ടാവുന്നതാണ് ലോകത്തിന് നല്ലത്. നിലവിൽ ചൈനയുമായുള്ള പ്രശ്നങ്ങൾ ഉഭയകക്ഷി ചർച്ചകളിലൂടെ പരിഹരിക്കാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷയെന്നുമാണ് പ്രധാനമന്ത്രി അഭിമുഖത്തിൽ വ്യക്തമാക്കിയത്. അതിനെതിരെയാണ് ഇപ്പോൾ കോൺഗ്രസ് നേതാവിൻ്റെ പ്രതികരണം.